നമ്മുടെ കാന്തല്ലൂർ മെയിൻ ടൗണിൽ നിന്ന് വെറും 2.2 കിലോമീറ്ററേ ഉള്ളൂ ഭ്രമരം വ്യൂ പോയിന്റിലേക്ക്. ജസ്റ്റ് ഗൂഗിൾ മാപ്പ് എടുത്ത് ലൊക്കേഷൻ ഇട്ടാൽ മാത്രം മതി കറക്റ്റ് വ്യൂ പോയിന്റിൻ്റെ തൊട്ടടുത്ത് വരെ എത്തിപ്പെടാം. പക്ഷേ ടിക്കറ്റ് കൗണ്ടർ വരെ എത്തണമെങ്കിൽ നമ്മുടെ വണ്ടി ഓഫ് റോഡ് പോകാൻ കെൽപ്പുള്ള വണ്ടിയായിരിക്കണം. കാരണം ഞങ്ങൾ പോയ സമയത്ത് ഒരു റോഡിൻ്റെ ഒരു എൻഡ് വരെ എത്തിയ സമയത്ത് അവിടെ നിന്ന് പിന്നെ റൈറ്റ് എടുത്തിട്ടായിരുന്നു വ്യൂ പോയിന്റിലേക്ക് പോകേണ്ടത്. അപ്പോൾ അവിടെയുള്ള നാട്ടുകാർ പറഞ്ഞു റോഡ് മോശമാണ്, നിങ്ങൾ വണ്ടി ഇവിടെ നിർത്തിയിട്ട് നടന്നു പോയാൽ മതി, അതല്ലെങ്കിൽ ഇവിടെ ജീപ്പ് സഫാരി ഉണ്ടെന്ന്. ഞങ്ങൾ നടന്നു പോയി. ഒരു 400 മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ഒരാൾക്ക് ടിക്കറ്റിന് 20 രൂപയായിരുന്നു. കുട്ടികൾക്ക് ടിക്കറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള അവിടെ എഴുതിയിട്ടില്ല. പക്ഷേ മുതിർന്നവർക്ക് 20 രൂപയും പിന്നെ മോർണിംഗ് 6 to ഈവനിങ് 6 വരെയാണ് വരാനുള്ള സമയം. ടിക്കറ്റ് എടുത്ത് ഉള്ളോട്ട് കയറി കുറച്ച് ദൂരം നടന്നാൽ തന്നെ നമുക്ക് ദൂരെ 2 ട്രീ ഹൗസ് കാണാം. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ ചായക്കടയുണ്ട്, കുറേ ജീപ്പൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം വിചാരിച്ചു മൊത്തം വ്യൂ പോയിൻ്റ് കണ്ടിട്ട് പിന്നെ ട്രീ ഹൗസ് കയറാം. അപ്പം ഞങ്ങൾ ആദ്യം നേരെ സ്ട്രെയിറ്റ് ടു വ്യൂ പോയിന്റിലേക്ക് പോയി. അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് നടന്നപ്പോൾ ഇടത്തെ ഭാഗത്തൊരു മലമുകളിൽ ഇങ്ങനെ ദൂരെ കാർമേഘം കൂടി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ സൺലൈറ്റ് ഇങ്ങനെ താഴത്തോട്ട് പതിയുന്ന കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. കുറച്ച് നേരം നോക്കി ഇന്ന് വീണ്ടും മുന്നോട്ട് നടന്നു. പിന്നെ കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴാണ് യഥാർത്ഥ ഭ്രമരം വ്യൂ പോയിൻ്റ് ഞങ്ങൾ കണ്ടത്. സത്യം പറയുകയാണെങ്കിൽ മുന്നോട്ട് നടക്കും തോറും പേടി തോന്നുന്ന ഒരു ഫീലായിരുന്നു. കാരണം ആ വ്യൂവിലേക്ക് മാത്രം നമ്മൾ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയാവും. പക്ഷെ താഴത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് നടന്നു പോകാനുള്ള സെറ്റപ്പും ഉണ്ട്. നമ്മൾ പാറ ഇറങ്ങി പോകുന്ന ഫീലാണ്. ഒരു ഹെലികോപ്റ്ററിൽ ഇരുന്നിട്ട് താഴത്തേക്ക് നോക്കുന്ന പോലെയായിരുന്നു വ്യൂ. ഒരു 180 ഡിഗ്രിയിലുള്ള ഫുൾ വ്യൂ നമുക്ക് കിട്ടും. താഴത്തൊരു വെള്ളച്ചാട്ടമുണ്ട്, ദൂരെ കുറേ വീടുകളുണ്ട്, മലകളുണ്ട്. നല്ല ഭംഗിയായിരുന്നു. ഒരു 180 ഡിഗ്രി വ്യൂ. ദൂരെ ഒരു വെള്ളച്ചാട്ടം കണ്ടിരുന്നു. പക്ഷെ ചോദിക്കാൻ പറ്റിയ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഗൈഡൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഭംഗി ആസ്വദിച്ചു. എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ പിന്നെ ട്രീ ഹൗസിലോട്ട് പോയി. ഈ വ്യൂ പോയിൻറ്റിൻ്റെ ഒരു ഭാഗത്തായിട്ട് കുറേ യൂക്കാലിപ്സ് മരങ്ങൾ കാണാം. ഇതാരോ നട്ടുപിടിപ്പിച്ചതാണെന്ന് തോന്നുന്നു. എന്തായാലും അതിൻ്റെ ഇടയിൽ കൂടെ നടക്കാനൊരു പ്രത്യേക ഭംഗിയായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് തിരിച്ച് സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ എത്തി. സ്റ്റാർട്ടിങ്ങിൽ കണ്ട 2 ട്രീ ഹൗസ് ഇവിടെ ഉണ്ട്. നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒന്നിൽ കയറി നോക്കാം. പിന്നെ ഇവിടെ വരാൻ പറ്റിയ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് പോസ്റ്റ് മൺസൂണാണ്. മഴക്കാലം കഴിഞ്ഞിട്ട് അതാകുമ്പോൾ സ്കൈ ക്ലിയർ ആയിരിക്കും, നല്ല ഗ്രീൻ ആയിരിക്കും. ഈ ഭ്രമരം വ്യൂ പോയിന്റ് സത്യം പറയുകയാണെങ്കിൽ ഈ യോഗ ചെയ്യുന്നവർക്ക്, മെഡിറ്റേറ്റ് ചെയ്യുന്നവർക്ക്, ബേർഡ് വാച്ചേഴ്സിന്, പ്രകൃതിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ ഞാനിങ്ങനെ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. നല്ല ഒരു ലാൻഡ്സ്കേപ്പ് വ്യൂ ആണ് ഇവിടെ.